അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഊഹവും കിട്ടുന്നില്ല. ഖാലി ഫൗണ്ടേഷൻ എന്ന പേരിൽ, ഷജറ എന്ന പേരിൽ രണ്ട് വിഭാഗമായി ഒരേ സംഘടനയിലുള്ള ആളുകൾ തന്നെ വേർപിരിയുക, അള്ളാഹുവിൽ നിന്ന് കൂലി ലഭിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് സ്റ്റേജ് കെട്ടി, വേദി കെട്ടി, അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ട് തെരുവുകൾ മലീമസമാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളായിരുന്നു ഇതുവരെ നാം കണ്ടതെങ്കിൽ അതിന്ന് പള്ളി മിമ്പറിലും നമുക്കത് കാണാൻ സാധിച്ചു. പരിശുദ്ധവും പരിഭാവനവുമായി കാണുന്ന ജുമുഅ നിസ്കാരത്തിന് മറ്റൊരു നിസ്കാരത്തിനുമില്ലാത്ത പ്രത്യേകതയാണ് മുസ്ലിമീങ്ങൾ കൽപ്പിക്കാറുള്ളത്. കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി ഒരു പെരുന്നാൾ ആഘോഷമാണ് അന്ന് മുസ്ലിമീങ്ങൾ നടത്താറുള്ളത്. ആ ഒരു സന്തോഷത്തോടും ആ ഒരു ഭക്തിയോടും കൂടിയാണ് നാം പള്ളികളിലേക്ക് കയറി ചെല്ലാറുള്ളത്. എന്നാൽ അവിടെ എത്തി നോക്കുമ്പോൾ കാണുന്നത് ഒരു മിമ്പറിൽ രണ്ട് ഖുതുബ നിർവഹിക്കാനുള്ള കടിപിടിയാണ്. ഫൗണ്ടേഷൻ പറയുന്നു ഞാനാണ് ഖുതുബ നിർവഹിക്കേണ്ടത്, ഷജറ പറയുന്നു നിങ്ങളുടെ ഖുതുബ ശരിയല്ല, ഞാനാണ് ഖുതുബ നിർവഹിക്കേണ്ടത്. പരസ്പരം തമ്മിലടിച്ചുകൊണ്ട് ഞാനാണ് ഖുതുബ നിർവഹിക്കാൻ നിന്നേക്കാൾ യോഗ്യനെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള തമ്മിൽ തല്ലാണ് നാം കാണാൻ വേണ്ടി പോകുന്നത്. 89ന്റെ ഓരം പറ്റി നിസ്വാർത്ഥരായ പണ്ഡിതന്മാരെ തെരുവിലിട്ട് വ്യക്തിഹത്യ ചെയ്തതിന് 3 പതിറ്റാണ്ടാവുകയാണ്. ഈ 3 പതിറ്റാണ്ടിനിപ്പുറം ചെയ്തു വെച്ച വികൃതങ്ങൾക്ക് കാലം കാത്തുവെച്ച തിരിച്ചടികളാണോ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ ദീനിനെ നിസ്സാരമാക്കി രാഷ്ട്രീയവും ഭൗതികവുമായ നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടി ആദർശം മറച്ചുവെച്ചവരുടെ മേൽ അള്ളാഹുവിന്റെ കോപമാണിതെന്ന് ന്യായമായും സംശയിച്ചു പോവുകയാണ്. ജുമുഅ നിസ്കാരത്തിനുള്ള ഖുതുബയാണ് ഒരു മിമ്പറിൽ 2 പ്രാവശ്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. മതത്തിൽ രാഷ്ട്രീയവും പക്ഷപാതവും കലർത്തുന്നതിന് എങ്ങനെ തടയിടും? മറ്റു മതസ്ഥരെയും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെയും കേറി മേയാൻ വഴി തുറക്കുന്നവർ ഒത്തൊരുമിച്ച് ചേർത്തു പിടിച്ചുകൊണ്ട് തടയിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നാം ആലോചിച്ചു നോക്കണം. 1989 ശൈഖുന കാന്തപുരം ഉസ്താദ് സമസ്തയിൽ നിന്ന് താജുൽ ഉലമയോടൊപ്പം ഇറങ്ങിപ്പോന്നത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയക്കാരുടെ കുത്തിത്തിരിപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. സമസ്തയുടെ തീരുമാനങ്ങൾ, സമസ്തയുടെ സമ്മേളനങ്ങൾ ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് രാഷ്ട്രീയക്കാരല്ല എന്ന് തീരുമാനമെടുക്കുകയും അതുമായി മുന്നോട്ട് പോകുകയും ചെയ്തപ്പോഴാണ് രാഷ്ട്രീയക്കാർക്ക് തോന്നിയത് ഇത് തങ്ങളുടെ കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോവുകയാണ്. കാരണം ധീരതയുടെയും യുക്തിയുടെയും ബുദ്ധിയുടെയും കൊട്ടാരമാണ് താജുൽ ഉലമ ഉള്ളാൾ തങ്ങളും ശൈഖുന കാന്തപുരം ഉസ്താദും. അവരുള്ള കാലത്തോളം നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പിന്തിരിപ്പൻ കളികളൊന്നും സമസ്തയിൽ ചെലവാവുകയില്ല. മുസ്ലിം ലീഗ് എന്ന പേരിൽ എന്തിനു വേണ്ടിയാണോ വഹാബി ലീഗ് ഉണ്ടാക്കിയത് ആ ഉദ്ദേശം നടക്കാതെ വരും. ഇങ്ങനെ സുന്നികൾ മുന്നോട്ട് പോയാൽ വഹാബിസം തകർന്നടിയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സമസ്തയെ 2ആയി പിളർത്തണം. അതിന് മുസ്ലിം ലീഗ് എന്ന വഹാബി ലീഗ് പണിയെടുത്തു. ഞങ്ങൾ സുന്നി പ്രേമികളാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് വഹാബി ലീഗ് ചില സുന്നി പണ്ഡിതന്മാരെ കയ്യിലാക്കുകയും അവരിലൂടെ സമസ്തയെ പിളർത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തതിന്റെ ഭാഗമായി സമസ്ത 2ആയി പിളർന്നു എന്ന് മാത്രമല്ല പല പള്ളികളിലും രാഷ്ട്രീയക്കാർ വന്നുകൊണ്ട് ഇത്തരം പേക്കൂത്തുകൾ നടത്തി. ഇത് കാണുമ്പോൾ അതിനുള്ള തിരിച്ചടിയാണോ എന്ന് ന്യായമായും സംശയിക്കുകയാണ്. അതിലേറെ സങ്കടം തോന്നുകയാണ്. മുസ്ലിം ഉമ്മത്തിനെ നയിക്കാൻ അനിവാര്യമായ ഘട്ടത്തിൽ അതിന്റെ നേതൃത്വവും അനുയായികളും ഇത്തരം വിഷയങ്ങളിലാണ് വ്യാപൃതമായി കൊണ്ടിരിക്കുന്നതെന്ന് കാണുമ്പോൾ ആശങ്കയും തോന്നുകയാണ്. എന്നെ ആശങ്കപ്പെടുത്തിയ ആ ദാരുണ സംഭവം കാണാൻ പോകാം നമുക്ക് വീഡിയോയിലേക്ക്.
ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.